മാനസികാരോഗ്യ പോളിസിയിൽ മാതൃമാനസികാരോഗ്യത്തിന് പ്രത്യേകം പ്രാധാന്യം ലഭിക്കുന്ന കാലത്തെ സ്ത്രീകൾക്ക് കൂടുതൽ പരിഗണന കിട്ടൂ എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം സോഷ്യൽ സ്റ്റിഗ്മ വർദ്ധിച്ച പോലെ മാനസികാരോഗ്യ കേന്ദ്രങ്ങൾ വർദ്ധിച്ചിട്ടില്ല. അതിനർത്ഥം ഇവിടെ ആർക്കും മാനസികാരോഗ്യ പ്രശ്നങ്ങൾ കുറഞ്ഞു എന്നല്ല. പകരം ഇതേ സ്റ്റിഗ്മ ഇവിടെ മാറി മാറി വരുന്ന സർക്കാരുകൾക്കും ഉണ്ടായിരുന്നോ എന്ന് തോന്നും വിധമാണ് രാജ്യം മാനസികാരോഗ്യ നയങ്ങളെ കൈകാര്യം ചെയ്തത്. ഇന്ത്യയിലെ 19.7 കോടി മനുഷ്യർ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നുവെന്നാണ് 2017 ബ്രിട്ടീഷ് മെഡിക്കൽ ജേണൽ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത്. 7 ഇന്ത്യക്കാരിൽ ഒരാൾ എന്ന തോതിൽ അനുഭവിക്കുന്ന ആങ്സൈറ്റി ഡിസോർഡർ ഏറ്റവും കൂടുതൽ നേരിടുന്നത് സ്ത്രീകളാണെന്നും ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ഇന്ത്യൻ സ്ത്രീകളിലും അവരുടെ കുടുംബങ്ങളിലും മാറ്റമില്ലാതെ തുടരുന്ന സോഷ്യൽ സ്റ്റിഗ്മയും അജ്ഞതയും അന്ധവിശ്വാസവും മികച്ച ചികിത്സയ്ക്ക് തടസ്സമാകുന്നുവെന്നും റിപ്പോർട്ട് അടിവരയിടുന്നു. വിമുഖത കാണിക്കാറുണ്ട് എന്നുള്ളത് വളരെ അധികം ഒരു സത്യമാണ്. കാരണം എന്താ വെച്ചാൽ ഈ ഗർഭിണിയായിരിക്കുന്ന അവസ്ഥയിലും പ്രസവശേഷവും സ്ത്രീകളിൽ ഉണ്ടാകുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങൾ തിരിച്ചറിയപ്പെടുന്നില്ല എന്നുള്ളതാണ് പ്രധാന കാരണം. തിരിച്ചറിഞ്ഞാൽ തന്നെയും ഒരു മാനസികാരോഗ്യ വിദഗ്ധൻ്റെ അടുത്ത് പോയി അത് ചികിത്സിക്കാനുള്ള മടിയും സ്വാഭാവികമാണ്. കാരണം പൊതുവേ മാനസികാരോഗ്യ ചികിത്സയോട് വിമുഖതയുള്ളൊരു സമൂഹം തന്നെയാണ് ഇന്നും ഇന്ത്യയിലും കേരളത്തിലുള്ള ഒരു മിക്ക ആൾക്കാരും തന്നെ. പിന്നെയൊന്ന് ഈ ഒരു സ്റ്റിഗ്മ അല്ലെങ്കിൽ മാനസിക ആരോഗ്യ പ്രശ്നങ്ങളോടും മാനസികാരോഗ്യ ചികിത്സയോടുള്ള മനോഭാവം, ഇത് രണ്ടും വളരെയധികം ഒരു ചികിത്സ തേടാൻ ആൾക്കാർ വിമുഖതപ്പെടുത്താറുണ്ട്. എന്നാൽ സോഷ്യൽ സ്റ്റിഗ്മയിലേക്കും അജ്ഞതകളിലേക്കും അന്ധവിശ്വാസത്തിലേക്കും നീങ്ങി മാനസികാരോഗ്യ ചികിത്സ സ്വീകരിക്കാൻ ജനം മടിക്കുന്നതിന്റെ ചരിത്രം കൂടെ നാം അറിയേണ്ടതുണ്ട്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യത്തെ മാനസികാരോഗ്യ കേന്ദ്രം രൂപം കൊണ്ടത് 1745 ബോംബെയിലായിരുന്നു. കെട്ടിലും മട്ടിലും ഭ്രാന്താലയം. 1947 മുമ്പ് 31 മാനസികാരോഗ്യ കേന്ദ്രങ്ങളായിരുന്നു നിലവിലുണ്ടായിരുന്നത്. സ്വാതന്ത്ര്യത്തിന്റെ 77 വർഷങ്ങൾ പിന്നിട്ട കണക്കനുസരിച്ച് വെറും 15 മാത്രമാണ് അധികമായി സ്ഥാപിച്ചത്. ഇതിൽ ബംഗളൂരു നിംഹാൻസ്, റാഞ്ചി സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സൈക്യാട്രി, അസാമിലെ തേസ്പൂർ, LGBRI എന്നീ 3 ഗവേഷണ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ആകെ 46 സർക്കാർ മാനസികാരോഗ്യ കേന്ദ്രങ്ങൾ. ഈ സ്ഥാപനങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ ദയനീയാവസ്ഥയും ഭൂരിപക്ഷം വരുന്ന ജീവനക്കാരുടെ മനുഷ്യത്വരഹിതമായ പെരുമാറ്റത്തെയും കടന്നാക്രമിച്ചുകൊണ്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ 2023 ജനുവരി 25 ഒരു പ്രസ് റിലീസ് പുറത്തിറക്കി. 46 മാനസികാരോഗ്യ കേന്ദ്രങ്ങളിലും നടത്തിയ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ മാനസികാരോഗ്യ നയത്തിലും സൗകര്യങ്ങളിലും സമഗ്ര മാറ്റങ്ങൾ വരുത്തി സത്വര നടപടികൾ സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരുകൾക്ക് കത്തുമയച്ചു. പെരിനാറ്റൽ കേസുകളിലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇതേ അനാസ്ഥ തുടരുകയാണ്. പെരിനാറ്റൽ ഡിപ്രഷനും സൈക്കോസിസും പൊതുജനാരോഗ്യ പ്രശ്നമായി ഇന്നേ വരെ ഒരു സർക്കാരും അഭിസംബോധന ചെയ്തിട്ടില്ല. സർക്കാർ നയങ്ങളും ആരോഗ്യ പ്രവർത്തകരും ഈ രോഗത്തെ ശാസ്ത്രീയമായി അഭിമുഖീകരിക്കാത്തതിന്റെ ദുരിതം അനുഭവിക്കുന്നത് സ്ത്രീകളാണ്. പരിഹാരവും മാതൃകയും മറ്റു രാജ്യങ്ങളെ നോക്കി അനുകരിക്കാൻ പാകത്തിൽ മുന്നിലുണ്ടായിട്ടും തിരിഞ്ഞു നോക്കാത്ത മേഖല കൂടിയാണ് മാതൃമാനസികാരോഗ്യ രംഗം. ഇത്തരം കേസുകൾ ശാസ്ത്രീയമായി കൈകാര്യം ചെയ്യുന്നതിലും പോലീസിന് റിപ്പോർട്ട് നൽകുന്നതിലും വീഴ്ച വരുന്നുവെന്നാണ് ഭൂരിപക്ഷം കേസുകളും കാണിക്കുന്നത്. കാരണം വളരെ കുറഞ്ഞ സമയത്തെ നിരീക്ഷണം കൊണ്ടാണ് രോഗമുണ്ടോ ഇല്ലയോ എന്ന് തെളിയിക്കുന്ന മെന്റൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്നത്. മാനസിക രോഗം തിരിച്ചറിയാൻ 7 ദിവസവും 24 മണിക്കൂറും എന്ന മിനിമം പരീക്ഷണ ഘട്ടം പോലും പാലിക്കുന്നില്ല. ഫലമോ പിന്നീട് ഒരിക്കലും മറിച്ചു തെളിയിക്കാൻ കഴിയാത്ത വിധം കുറ്റവാളികളായി ശിക്ഷ ഏറ്റുവാങ്ങുന്നു. 2006 അമേരിക്കയിൽ 5 കുട്ടികളെ ബാത്ടബിൽ മുക്കിക്കൊന്ന ആൻഡ്രിയ കേസ് പുനർവിചാരണക്കെടുത്തപ്പോൾ ഫോറൻസിക് സൈക്കാട്രിസ്റ്റ് ഉൾപ്പെടെ 12 അംഗ പ്രത്യേക ജൂറിയെ നിയമിച്ചിരുന്നു. ഇതിൽ നമ്മൾ സാധാരണ കേട്ടിട്ടില്ലാത്ത ഫോറൻസിക് സൈക്കാട്രിസ്റ്റിന്റെ മൊഴിയുടെ കൂടെ അടിസ്ഥാനത്തിലാണ് ആൻഡ്രിയയുടെ കൊലപാതക കുറ്റം റദ്ദു ചെയ്തത്. എന്നാൽ ഇന്ത്യയിൽ 2015 മുതലാണ് ബംഗളൂരു നിംഹാൻസിൽ ഫോറൻസിക് സൈക്കാട്രിയിൽ പരിശീലനം തുടങ്ങുന്നത് തന്നെ. എന്തുകൊണ്ടാണ് നമ്മൾ ഈ വാക്ക് കേൾക്കാതെ പോയതെന്നും എന്താണ് പെരിനാറ്റൽ സൈക്കോസിസ് കേസുകളിൽ ഫോറൻസിക് സൈക്കാട്രിസ്റ്റിന്റെ ചുമതലകൾ എന്നും അറിയാം. വികസിത രാജ്യങ്ങളിൽ പെരിനാറ്റൽ സൈക്കോസിസ് കേസുകളിൽ നിർണായക പങ്കുവഹിക്കുന്നവരാണ് ഫോറൻസിക് സൈക്കാട്രിസ്റ്റുകൾ.
മാനസിക രോഗത്തെക്കുറിച്ചും സിവിലും ക്രിമിനലും ഉൾപ്പെടെയുള്ള മാനസികാരോഗ്യ നിയമങ്ങളെക്കുറിച്ചും ഒരേ സമയം അറിവുള്ളവർ. ഇന്ത്യയിൽ 2015 മുതൽ ബംഗളൂരു നിംഹാൻസിൽ പരിശീലനം നൽകി വരുന്ന ഫോറൻസിക് സൈക്യാട്രി അതിന്റെ ശൈശവാവസ്ഥയിലാണ് ഉള്ളത്. കേരളത്തിൽ ഈ പരിശീലനം ലഭിച്ച സൈക്യാട്രിസ്റ്റുകൾ ഉണ്ടോ എന്നതുപോലും സംശയമാണ്. പെരിനാറ്റൽ സൈക്കോസിസ് കേസുകളിൽ അകപ്പെടുന്ന സ്ത്രീകൾക്ക് അവകാശങ്ങളും അന്തസ്സും സംരക്ഷണവും ഉറപ്പാക്കാൻ മാനസികാരോഗ്യ നയങ്ങളിൽ അടിയന്തരമായി സമൂല മാറ്റം വരുത്തി പദ്ധതി വിഹിതം മാറ്റിവെക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. പലപ്പോഴും മാനസികാരോഗ്യ നിയമങ്ങൾ വേണ്ട വിധം കൈകാര്യം ചെയ്യാൻ അറിയാത്ത അഭിഭാഷകരും അമ്മമാരെ ജയിലിലേക്ക് തള്ളുന്നതിൽ പങ്കാളികളാണ്. മനസ്സില്ലെങ്കിൽ പിന്നെ എന്തുണ്ടായിട്ടും കാര്യമില്ലെന്ന ചൊല്ല് നിലവിലുണ്ട്. അതെ, മാനസികാരോഗ്യം സോഷ്യൽ സ്റ്റിഗ്മ കൊണ്ടോ ദുരഭിമാനം കൊണ്ടോ ആർക്കു വേണ്ടിയും നഷ്ടപ്പെടുത്തി കളയേണ്ട ഒന്നല്ല. നമ്മുടെ ശരീരത്തിലെ മറ്റവയവങ്ങൾ പോലെ തന്നെ പരിപാലിക്കേണ്ട പ്രധാനപ്പെട്ട ഒന്നാണത്. മാത്രമല്ല, നല്ല മാനസികാരോഗ്യം ഓരോ പൗരന്റെയും അവകാശമാണെന്ന തിരിച്ചറിവുണ്ടാകണം. ഫൗസിയ മുസ്തഫ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.